ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 28 വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു എപ്പിസോഡാണ് കേട്ടോ. ഇതുവരെ ചെയ്ത് കുറച്ചും എല്ലാവരും തമ്മിൽ ഫൈറ്റ്സും കാര്യങ്ങളും ആർഗ്യുമെൻറ്റ്സും എല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ കുറച്ചൊരു എന്താ പറയുക നല്ല നല്ല രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് വളരെ മോശമായിട്ട് ഈ ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ ഗെയിം ഇത് ജസ്റ്റ് ഒരു ഗെയിമാണ്. ഈ ഗെയിമിന് ശേഷം ഇവർക്ക് ഒരു പേഴ്സണൽ ലൈഫുണ്ട്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അലിഗേഷൻസ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഓക്കെ, നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നോക്കാം. അപ്പോൾ സമയം അധികം കളയണം, നമുക്ക് നേരെ കിടക്കാം. ഡേ 28 ആദ്യം തന്നെ മോർണിംഗ് സോങ് ആണ് കേട്ടോ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, ആ പാട്ടാണ് കേട്ടോ. അപ്പം പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ അനീഷ് സുപ്രഭാതം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അപ്പാനി ഒരു ടാസ്ക് ലെറ്റർ വായിക്കുകയാണ്. ഇന്നേക്ക് 5ാമത്തെ ദിവസം തിരുവോണമാണ്. അപ്പം ഇന്നത്തെ ദിവസം മുതൽ നമ്മുടെ ഈ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് പൂക്കളം ഇടണം എന്ന് ടാസ്ക് ലെറ്റർ വായിക്കാൻ കേട്ടോ. ഫസ്റ്റ് തന്നെ ആസ് യൂഷ്വൽ കിച്ചണിൽ നിന്നാണല്ലോ എല്ലാ വഴക്കും സ്റ്റാർട്ട് ചെയ്യണത്. ലക്ഷ്മി പുതിയ കണ്ടസ്റ്റൻറ്റ് വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ അപ്പാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ലല്ലോ. അയ്യോ ഇപ്പോഴല്ല ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ സമയമായിട്ടില്ല. അല്ല ഇപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നല്ല ഞാൻ പറയുന്നത്, പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്, ഇവിടെയൊക്കെ ആയി വരുന്നുള്ളൂ, നിങ്ങൾ പറയുമ്പോൾ നേരത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതല്ല ഇപ്പോൾ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ വേണമെന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ലോ, എവിടെ കിച്ചൺ ടീം ഒന്നും കാണുന്നില്ല. അതൊന്നും ഓർത്ത് ലക്ഷ്മി ഇപ്പം ടെൻഷൻ ആവണ്ട, അതൊക്കെ നമ്മൾ കിച്ചൺ ടീമിന് അതിന് വേണ്ടിയിട്ടാണല്ലോ കിച്ചൺ ടീം എന്ന് പറഞ്ഞ ഒരു ടീമിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരത് നോക്കോളും, നിങ്ങൾ അതിൻ്റെ കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അല്ല ടെൻഷൻ അടിക്കില്ല, എന്നാലും കിച്ചൺ ടീം എവിടെ എന്നൊക്കെ ചോദിക്കാം. അപ്പം എനിക്ക് ഇങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചിട്ടേ അപ്പാന് വേഗം, അപ്പാനെയാണ് മെയിൻ ക്യാപ്റ്റൻ, പിന്നെ ഷാനവാസ് കിച്ചൺ ക്യാപ്റ്റൻ. ഷാനവാസിനടുത്ത് ദേ ഇവിടെ രാവിലെ ഒന്നും ആയിട്ടില്ലേ, എന്താണ് ഇവിടെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ളത് പറഞ്ഞോ എന്ന് അറിയാം. അപ്പോൾ എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് എന്ന് അപ്പാനെ പറയാം. അപ്പോൾ ഷാനവാസ് പറയും, ഇന്നും ഉണ്ടമ്പൊരിയും ചായ. അപ്പം കേട്ടല്ലോ സമാധാനമായല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അപ്പാനി. നമ്മുടെ ഷാനവാസാണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ. ഷാനവാസ് രാവിലെ തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് റെനയുടെ അടുത്ത് കിച്ചൺ ക്ലീൻ ചെയ്യാനോ എന്താ സ്ലാബ് ക്ലീൻ ചെയ്യാനോ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല ഒന്ന്. എന്താ നീ ചെയ്യാൻ നോക്കി, അത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞെങ്കിൽ നീ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ, ഞാൻ ചെയ്തല്ലോ ചേട്ടാ, പിന്നെന്താ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റെന എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. അപ്പം നോക്കുമ്പോൾ അപ്പുറത്ത് ലക്ഷ്മി ആണെങ്കിൽ രാവിലെ തന്നെ ചൊറിയാൻ വേണ്ടി തന്നെ വന്ന് നിൽക്കട്ടെ. പണ്ടത്തെ നമ്മുടെ അനീഷില്ലേ അതുപോലെ ഇവിടെ ചൊറിയാൻ വേണ്ടി. പക്ഷേ അത്ര ഇറിറ്റേറ്റിംഗ് സംസാരമല്ല, എന്നാലും അതിനുവേണ്ടി തന്നെയാണ് ആ എപ്പോഴും ചൊറിച്ചിൽ മറ്റേ എന്താ പറയുക അടി നടക്കണമെങ്കിൽ കിച്ചണിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ കത്തിയൊക്കെ ആയിട്ട് നിൽക്കുക, അവിടെ വെക്ക് കത്തി അവിടെ വെക്ക് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ വെക്കാം, അവിടെ വെക്കടിയെന്ന് പറഞ്ഞു. എന്നെ എടീന്ന് നിങ്ങളെന്തിനാ വിളിക്കണേ, പിന്നെ ഞാൻ എടാന്ന് വിളിക്കണേ, എടാന്ന് ഞാൻ ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ലക്ഷ്മിന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ ലക്ഷ്മിന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ എന്നാൽ പിന്നെ നീ കൊണ്ട് കേസ് കൊടുക്ക്, ഇങ്ങനെ എടീന്ന് വിളിച്ചെന്ന് പറയും, നിനക്ക് വേറെ ജോലി ഉണ്ടല്ലോ അത് പോയി നോക്ക്, ഇവിടുത്തെ കാര്യം നമ്മൾ നോക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ പ്രവീൺ വന്നിട്ട് എന്തിനാണ് അവർക്ക് എടീന്ന് വിളിക്കണ ഇഷ്ടമല്ല, അപ്പോൾ എടാന്ന് വിളിക്കണമെന്ന് ചോദിക്കുന്നത് എന്തിനാണ്, അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ വിളിക്കാതിരിക്കരുത്, അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കോളാം, നീ അത് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. കിച്ചണിൽ ജിതിനും മസ്താനും നിൽക്കാട്ടെ. മസ്താനി ഒരു ആപ്പിളൊക്കെ ചെത്തി കഴിക്കുന്നുണ്ട്. അപ്പോൾ ജിതിൻ പറയും, നിനക്ക് എന്നോട് സ്നേഹമില്ല, നീ ഒരു കഷ്ണം എനിക്ക് തരില്ല. ഒരു സ്നേഹം എനിക്കില്ല എന്നുണ്ട്. കണ്ട കാര്യത്തോടെ അടുത്തപ്പോൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പോകണ്ട. അപ്പോഴേക്കും ഷാനവാസ് പറഞ്ഞിട്ട് ആരാണ് നിൻ്റെ അടുത്ത് ആപ്പിൾ എടുക്കാൻ പറഞ്ഞത്, ആരെടുത്ത് ചോദിച്ചിട്ട് ആപ്പിൾ എടുത്തത് എന്നൊക്കെ ചോദിക്കാം. അപ്പം അവരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, മറ്റേ ആര്യനും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യനെടുത്ത് ചോദിച്ചു, ഇത് നീ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഞാൻ തരാൻ വേണ്ടി വെച്ചിരുന്നതാണ്, നീ എന്തിനാ പിന്നെ എടുത്തത്, അങ്ങനെയാണോ എന്നപ്പോൾ ഞാൻ തിരിച്ചു വെച്ചേക്കാമെന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നീ അനുവൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് നിന്ന്, നിൻ്റെ അടുത്ത് ആരാണ്, അനു കഴിച്ചോണ്ടിരിക്കട്ടെ ആപ്പിൾ മുറിച്ചിട്ട്, അപ്പോൾ നിൻ്റെ അടുത്ത് ആരാണ് ആപ്പിൾ എടുക്കാൻ പറഞ്ഞ് തട്ടിപ്പറിച്ച് കാണിച്ചു. എന്തോന്ന് ചേട്ടാ കാണിക്കണത്, എന്തൊക്കെയാണ് കാണിക്കണേന്ന്, ഒരു ആൾ ഭക്ഷണം കഴിക്കുമ്പോൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയാണ്, കഴിക്കാൻ സമ്മതിക്കാത്ത എന്താ, അപ്പം നിൻ്റെ അടുത്തല്ലേ പെർമിഷൻ ചോദിച്ചിട്ട് വേണം ആപ്പിൾ എടുക്കാമെന്ന് അറിഞ്ഞൂടെ, നമ്മളത് അങ്ങോട്ട് സാധാരണ തരികയല്ലേ ചെയ്യാറ്, അതിപ്പോൾ എടുത്തെങ്കിൽ ഞാൻ ആ ഒരെണ്ണം കുറച്ചെടുത്താൽ പോരെ, ഞാൻ ഇന്ന് പിന്നെ വേറെ എടുക്കാതെ ഇരുന്നാൽ പോരെ, പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കാം. അപ്പം അങ്ങനെയല്ല, നമ്മൾക്കൊരു രീതിയില്ലേ, ആ രീതിക്ക് അനുസരിച്ചല്ലേ പോകേണ്ടത്, പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ എടുത്തത് എന്ന് ചോദിക്കാം. അപ്പോൾ ആര്യൻ്റെ നിന്ന് ആപ്പിൾ വാങ്ങിച്ചിട്ട് താഴെയിട്ടില്ല, ആര്യം പതുക്കെ അവിടെ നിന്ന് ആപ്പിൾ എടുത്തിട്ട് പോയി അപ്പുറത്തേക്ക്. എന്നിട്ട് നമ്മുടെ അനുവിൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ച ആപ്പിൾ അതിൻ്റെ ഒരു കഷ്ണം ഷാനവാസ് ഇരുന്ന് കഴിക്കുന്നത് ഡീരി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനു മൈൻഡ് ചെയ്യാണ്ടും ഉണ്ട്. അപ്പുറത്ത് പോയിട്ട് നമ്മുടെ ആര്യൻ ഇരുന്ന് ആപ്പിൾ കഴിക്കണ്ടേ.
പിന്നെ പൂക്കളം കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ടൊരു സോങ്. അപ്പോൾ ആരോ ഗസ്റ്റ് വരുന്നുണ്ട്. നോക്കുമ്പോഴേക്കും നമ്മുടെ രമ്യ നമ്പീശനും ജസ്റ്റിൻ വർഗീസും കൂടെയാണ് ഹൗസിൻ്റെ അകത്തേക്ക് വരുന്നത്. അവിടെ കുറേ നേരം അവർ സ്പെൻഡ് ചെയ്തു, പാട്ടൊക്കെ പാടി. പിന്നെ എല്ലാവരുടെയും ഓർമ്മകൾ, നല്ല ഓർമ്മകൾ പങ്കുവെക്കാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് ഒരു അവാർഡ്, ഒരു പ്രസൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെനയ്ക്കാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ അവർ ലാസ്റ്റ് പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് ഗസ്റ്റ് തിരിച്ചു പോവുകയാണ്. പിന്നെ അനു മറ്റേ ജസ്റ്റിൻ്റെ അടുത്ത് പറയണം, അപ്പാനെ ബാക്കിലിരിക്കണം. അപ്പാനെ പോയിന്റ് ആയിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് കിച്ചൻ ക്യാപ്റ്റനായിരുന്നാണ്, എന്നെ ഒരാൾ മാറ്റി. അതിന് ശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഇന്നലത്തെ എന്തൊരു വെറുതെ വെള്ളം ഒഴിച്ചൊരു കറി, ഇന്നത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതുങ്ങൾക്ക് ആർക്കും ചോറൊന്നും വടിക്കാൻ അറിയില്ല. എന്നിട്ട് ഷാനവാസിക്ക് ഞാനാണ് ചോറ് വടിച്ചു കൊടുത്തതെന്നൊക്കെ അപ്പാനടുത്തും കൂടെ ചേർത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നവീൻ ടീം തിരിക്കുകയാണ്. നവീനാണല്ലോ ക്യാപ്റ്റൻ. ടീം തിരിക്കുകയാണ്. കിച്ചൺ ടീം പ്രവീൺ, ആദില, അനു, ജിതിൻ, ലക്ഷ്മിയാണ് ക്യാപ്റ്റൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല, ഞാൻ നീറ്റായിട്ട് കിച്ചണൊക്കെ വെക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വെസൽ ടീം രേണു, സാബു, നൂറ, ബിന്നി, മസ്താനിയാണ് ക്യാപ്റ്റൻ. പിന്നെ ഫ്ലോർ ടീം ഷാനവാസ്, അനീഷ്, അക്ബർ, അഭിലാഷ്, അപ്പാനി. അനീഷാണ് ക്യാപ്റ്റൻ. പിന്നെ ബാത്റൂം ഒനീൽ, ശൈത്യ, ആര്യൻ, രേണ, ജിസേൽ. അതിൽ ഒനീലാണ് ക്യാപ്റ്റൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആര്യനും ശൈത്യയും അപ്പാനും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആര് പറയും, എന്തിനാണ് ഈ അനുവിനെ പറ്റി പറയട്ടെ, എന്തിനാണ് ഇവർക്ക് എന്നോട് ഇത്ര വലിയ അസൂയാന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ശൈത്യ പറയും, ആദ്യം നിങ്ങൾ കണ്ടിട്ടായിരുന്നില്ലേ ഫ്രണ്ട്സ്, അത് ആര് ഞാൻ ജിസേൽ, അല്ലല്ല നീയും അനു ആയിരുന്നില്ലേ ഫ്രണ്ട്സ്. പിന്നെ എന്നിട്ട് അത് മാറി നീ ജിസേലിനെ കുറച്ചും കൂടെ ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ അവൾക്ക് കുറച്ചൊരു ഒരു ഇതുപോലെ തോന്നി. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞങ്ങൾ എപ്പോഴേക്കോ ഇങ്ങനെ അകന്നു, ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അപ്പം തന്നെ തീർക്കണം, അല്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അവളങ്ങനെ തീർക്കില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ നമ്മുടെ ആര്യം പറയുന്നുണ്ട്. ജിസേൽ ആര്യനും കൂടെ പറയുകയാണെങ്കിൽ വന്ന് വയൽക്കാട് എൻട്രീസിൽ മിക്കതും വാഴകളാണ്, വലിയ കാര്യമൊന്നുമില്ല. ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയും, പക്ഷെ പറയണതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളോർക്കും എന്താ വലിയ സംഭവം പറഞ്ഞു, പക്ഷെ ഒരു കാര്യമില്ല, ആലോചിക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ജിസേലിന് എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് മറ്റേ മസ്താനി ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. ഞാൻ ഇതുവരെ അവളെ സംസാരം കേട്ടില്ല, ഞാൻ കേൾപ്പിച്ചു തരാട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ജിതിൻ വലിയ കാര്യമൊന്നുമില്ല, അയാൾ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ ഉള്ളൂ, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അത്ര വലിയ ബുദ്ധിപരമായിട്ടുള്ള സംസാരമൊന്നും അല്ല എന്നൊക്കെ നമ്മുടെ ആര്യം പറയുന്നുണ്ട് ജിസേലിൻ്റെ അടുത്തിട്ട്. അടുത്തത് ഈ പുതിയ വയൽക്കാട് എൻട്രീസിനുള്ള ഒരു ടാസ്ക്കാണ് പണി വേഴ്സസ് തുണി. അതായത് മറ്റേ പണിപ്പുരയിൽ ഇവർക്ക് കയറാൻ 10 സെക്കൻഡ് കയറാനുള്ള ടൈമുണ്ട്. അപ്പോൾ 5 ദിവസം, അടുത്ത 5 ദിവസം 10 സെക്കൻഡ് വീതം കയറാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബോംബിൻ്റെ പടങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ ഹൗസ് മേറ്റ്സിനുള്ള പണികളാണ് ഈ ബോംബിൻ്റെ പടത്തിൻ്റെ അകത്തുള്ളത് കേട്ടോ. അത് 3 തീവ്രത ഉള്ള രീതിയിലാണ്. അതായത് ഭയങ്കര കൂടിയത്, പിന്നെ മീഡിയം, ചെറുത്, അങ്ങനെ 3 ടൈപ്പ് പണികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇവർ 10 സെക്കൻഡിനുള്ളിൽ ഓടി എടുത്ത് സാധനങ്ങളെടുത്ത് പുറത്തെത്തി അതിൽ നമ്മളുടെ ഹൗസ് മേറ്റ്സിനുള്ള പണികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സിലുള്ളത് കൂടിയ പണികളാണ്. അപ്പോൾ ആ പണികൾ എന്താണെന്നുള്ളത് പിന്നീട് അറിയിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ആ പണിപ്പുരയിൽ പോയപ്പോൾ കുറച്ച് ബോംബ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബോംബിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ബിഗ് ബോസ് പറഞ്ഞത് അത് ആക്ച്വലി പ്രോപ്പർട്ടിയാണ്, ബോംബല്ല. ഒരു കവറിൽ ബോംബിൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ട്, അതാണ് ബോംബെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തിരിച്ചുകൊണ്ട് വെക്കുകയൊക്കെ ചെയ്തു. ആര്യം പ്രവീണിൻ്റെ അടുത്തും ജിതിൻ്റെ അടുത്തൊക്കെ പറയും, നിങ്ങളെന്തൊരു മണ്ടന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിന്റ് ചെയ്ത് സംസാരിക്കുക. അപ്പോൾ നിൻ്റെ അത്ര മണ്ടന്മാരൊന്നുമല്ല, ഇവിടെ നിന്നിട്ട് നീ എന്ത് കാണിച്ച്, നീ ആ കട്ടിൽ കിടക്കുന്നു, ഈ കട്ടിൽ കിടക്കുന്നു, പിന്നെ പുതപ്പിൻ്റെ അടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആര്യൻ്റെ ദേഷ്യം വന്നു, പുതപ്പിൻ്റെ അടിയിൽ കിടക്കും, അതിനിപ്പോൾ എന്താ, എനിക്ക് കുഴപ്പമില്ല, ജിസേലിന് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരമായി. അപ്പോഴേക്കും എല്ലാവരും ഇടപെട്ട്, മറ്റേ അക്ബറും ഒക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ നൂറ വന്നിട്ട് അക്ബർ നിങ്ങൾ ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ലൈവ് കാണാത്തതുകൊണ്ട് ഈ എപ്പിസോഡ് മാത്രമല്ലേ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫുൾ പോയിന്റ്സ് അങ്ങനെ ക്ലിയർ ആക്കിയിട്ടല്ല പറയണത്, ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ മറ്റേ ആര്യനെയും ജിസേലിനെയും പോയിന്റ് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത്. മസ്താനി പുതപ്പെന്ന് പറയാന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവൻ പാവാടവള്ളിയില്ലേ, പാവാടവള്ളിയാണ്, ഞാൻ അതിനെന്താ, എനിക്ക് ഇഷ്ടമുള്ളൊരു പാവാടവള്ളിയാവും, നിനക്കെന്താണ് എന്നൊക്കെ പറഞ്ഞാൽ, നീ ഇത്ര നാളും കളിച്ചിട്ട് നീ എന്തായിരുന്നു, ആരെ റെസ്പെക്റ്റ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിട്ട് ഭയങ്കരമായിട്ട് ആര്യനെ ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ
റെനയും ഈ സംസാരത്തിൽ ഇടയ്ക്കെങ്ങാണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് പോയിന്റ് ചെയ്ത് പറഞ്ഞപ്പോൾ റെന അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. അയ്യോ എൻ്റെ എന്താണ് ബോയ് ഫ്രണ്ടിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, നിൻ്റെ ബോയ് ഫ്രണ്ട് നിന്നെ അറിയാലോ, പിന്നെ നീ എന്തിനാണ് ടെൻഷൻ ആവണത്, നീ ഇങ്ങനെ കരയരുത്, കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ നീ ചെറുതായി പോവല്ലേ ഉള്ളൂ, നീ തോറ്റു പോവല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ബിന്നിയും ഒക്കെ ഇരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. രേണു ഒക്കെ ഉണ്ട് കൂട്ടത്തില്. റെന ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ജിസയിലും ബിന്നിയും ശൈത്യ രേണു എല്ലാവരും കൂടി ഇരുന്ന് സമാധാനിപ്പിക്കണം. നീ വിഷമിക്കാതെ, നിന്നെ മറ്റേ എന്താണ് ബോയ് ഫ്രണ്ട് അറിയാവുന്നതല്ലേ, ഇപ്പോൾ ജിസയിലിൻ്റെ കൂടെ ആ ബെഡിൽ കിടന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നിന്നെ ഇട്ടിട്ട് പോകുമൊന്നുമില്ലല്ലോ, ഏത് ഗെയിമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ, അവരങ്ങനെ ട്രിഗർ ചെയ്യാൻ പലതും പറയും, ഇല്ലാത്ത കാര്യങ്ങളും പോയിന്റ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മളൊന്നും കൂടെ ട്രിഗർ ആവണത്, അത് നീ കാര്യമാക്കല്ലേ, ഇങ്ങനെ കരയുമ്പോഴാണ് നീ തോറ്റു വേണത്. അപ്പോൾ രേണു അതെ ശൈത്യ ഇന്നലെ ഇവളെ എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായിട്ടാണ് ഞാൻ പിന്നെ കരയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് രേണു അതിൻ്റെ ഇടയ്ക്ക് ഓരോ പോയിൻ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്കും മറ്റേ മസ്താനി അവിടെ നിന്നിട്ട് ചിരിച്ചോണ്ട് നിൽക്കുക. അപ്പോൾ രേണു മസ്താനി നിന്നെപ്പറ്റി എനിക്ക് പല കാര്യങ്ങളും അറിയാം, ഞാൻ ഇവിടെ പറയാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിലല്ല, ഞാൻ പക്ഷെ അങ്ങനെ പറയൂല, നിൻ്റെ പോലത്തെ ഇതല്ല എനിക്കുള്ളത്, സംസ്കാരമല്ല എനിക്കുള്ളത് എന്നൊക്കെ പറയും. നീ പോയി പറ എന്നൊക്കെ മസ്താനിയും പറയുന്നുണ്ട്. എന്നിട്ട് അനു ആണല്ലോ ഇപ്പോൾ കൂട്ടുകാരി, നീ കുറച്ച് സെർലാക്ക് ഇവക്ക് കലക്കി കൊടുക്കും, പോവച്ചേ എന്നൊക്കെ നമ്മുടെ മസ്താനി ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിളിൽ അവിടെ ഷാനവാസ് റെന ജിസയിലിരിക്കാനുണ്ട്. ഷാനവാസ് ഭയങ്കര വിഷമത്തിലാണ്, ആൾ രാവിലെ ഇറിറ്റേറ്റഡ് ആയതിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ ഈ കുട്ടിയെടുത്ത് ആ ഇറിറ്റേഷൻ വന്നപ്പോഴാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടതെന്നൊക്കെ പറയണം. അപ്പോൾ റെന സാരമില്ല, പക്ഷേ ഇക്ക ആ ദേഷ്യത്തിൽ ഭയങ്കര ആൻസൈറ്റിയും അങ്ങനെയൊക്കെ ആവുന്നുണ്ട്, നിങ്ങൾക്ക് പ്രോബ്ലം ഉള്ള ആളല്ലേ, അതായത് പ്രഷർ എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അതുള്ള ആളല്ലേ, അപ്പോൾ ഒന്ന് ദേഷ്യം കൺട്രോൾ ചെയ്യുക. ജിസയിലും നല്ലൊരു ലേഡിയാന്ന് തോന്നുന്നുണ്ട്. അവരിന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഷാനവാസിനെ. ഷാനവാസ് ഇരുന്ന് കരയില്ലേ, കുറച്ച് കാമൻ ക്വയറ്റായിട്ട് ഇരിക്കുക, കുഴപ്പമില്ല. അപ്പോൾ ആ ലക്ഷ്മി വന്നിട്ട് ഭക്ഷണം ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറയാം. അത് കുഴപ്പമില്ല, നിങ്ങൾ കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കും. ഇപ്പോൾ നിങ്ങൾ എന്തായാലും കിച്ചൺ ടീമിൽ നിന്ന് മാറിയില്ല, ഇനിയിപ്പോൾ കുറച്ച് രാവിലെ തന്നെ കുളിച്ച് കുറച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ജിസയിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. ഷാനവാസ് ശരിക്കും കരയാണ്, ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ആൾ പ്രോപ്പറായിട്ട് നല്ല കണ്ടപ്പോൾ കുറച്ചിങ്ങനെ പാവം തോന്നിയിട്ടാണ്, ആളെന്തോ ഭയങ്കര വിഷമത്തിലായിരുന്നു, ആൾ കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസിൻ്റെ ടാസ്ക് വരികയാണ് ഈ 5 വൈൽഡ് കാർഡ് എൻട്രീസിനും കൂടെ ഒരാളെ സെലക്ട് ചെയ്യാം. അയാൾക്ക് ഈ സീസൺ ഫുൾ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല, ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനോ ക്യാപ്റ്റൻ ആവാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആരെ വേണമെന്ന് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അക്ബറിനെയാണ് സെലക്ട് ചെയ്യണത്. അക്ബർ ഗ്രൂപ്പ് കളിക്കുന്നു. അപ്പം ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് ഫേവറബിൾ ആയിട്ട് പെരുമാറും, അതുകൊണ്ട് അയാളെ ക്യാപ്റ്റൻ ആക്കാൻ താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് കണ്ണിങ്ങും ആയിട്ടുള്ള ഒരു ആളാണ്, റൂഡ് ആൻഡ് കണ്ണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് മറ്റേ പ്രവീൺ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഈ ടൈറ്റിൽ വിന്നർ ആവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ക്യാപ്റ്റൻസി ടാസ്ക് കിട്ടാതിരുന്നുകൊണ്ട് ടൈറ്റിൽ വിന്നർ ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഇവരങ്ങനെയാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു റീസൺ പറയണമല്ലോ, അപ്പോൾ അവരങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഈ സീസൺ ഫുൾ അക്ബറിന് ക്യാപ്റ്റൻ ആവാൻ സാധിക്കില്ല. ഇന്നലത്തെ ഫൈറ്റിനിടയ്ക്ക് അപ്പാനി അതിലേനെ ഒരു ബാഡ് വേർഡ് പറഞ്ഞു. അപ്പോൾ അത് അപ്പാനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം അപ്പാനിയും അക്ബറും പിന്നെ ബിന്നിയും കൂടെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാ. അപ്പോൾ അപ്പാനി പറഞ്ഞു ഞാൻ അങ്ങനെ എല്ലാവരും മുമ്പ് വെച്ച് സോറി പറഞ്ഞു, പിന്നെ ഞാൻ അവളത്ത് സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ചു, പക്ഷെ അവളൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ അക്ബർ പറഞ്ഞു നീ ഇതിനാണ് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു, എല്ലാവരും മുമ്പ് വെച്ച് സോറി പറഞ്ഞല്ലോ. അങ്ങനെയല്ല, ഞാനിപ്പം വളരെ ദേഷ്യത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ബാഡ് വേർഡ് പറഞ്ഞു, അതെനിക്ക് വളരെ അത് അവളുടെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. അവളുടെ അടുത്ത് നല്ല ആരുടെ അടുത്തും പറയാൻ പാടില്ലാത്ത വേർഡാണ്, പെട്ടെന്ന് അത് അറിയാതെ പറഞ്ഞു, അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ എനിക്ക് ആ ഒരു സോറി വേണം. തന്നെയല്ല ഞാൻ എൻ്റെ ഭാഗത്ത് ഇപ്പോൾ എന്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ വഴക്കും എന്തൊക്കെയാണെങ്കിലും ശരി അയാളുടെ അടുത്ത് പറഞ്ഞത് ക്ലിയർ ആക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അക്ബർ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ശരിക്കും നീ പോയിട്ട് കോമൺ ആയിട്ടൊരു സോറി പറയേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പാനും അക്ബറും ആര്യനും കൂടെ ഇങ്ങനെ സോഫയിൽ കിടക്കുകയാണ്. അപ്പം മറ്റേ ജിതിൻ അതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവനല്ല ഏവൻ വിചാരിച്ചാലും ഞങ്ങളെ കണ്ടിട്ട് തെറ്റിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഗെയിം കളിക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞാൽ അക്ബറും അപ്പാനും മറന്നിക്കുക. അപ്പം അതിനിടയ്ക്ക് അപ്പുറത്തുനിന്ന് അനു പോടാ എന്നൊക്കെ മറ്റേ ആര്യനെ തുറന്നു, നീ പൊടി എന്ന് പറഞ്ഞ് വെറും വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആര്യം വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, വെറുതെ അത് വേറെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് അനു അങ്ങോട്ട് പോകുന്നുണ്ട്. അനുമോള് ഒരു ഡോളിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നോക്കൊണ്ട് കേട്ടോ. അപ്പുറത്ത് ഒരു ഫൈറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അക്ബർ പിന്നെ മറ്റേ ജിതിൻ, നമ്മുടെ നവീൻ, ബിന്നി,
പിന്നെ ആര്യൻ എല്ലാവരും കൂടെ. അപ്പോൾ ആര്യൻ പറയും ഇവള് കാണാത്ത കാര്യം വെറുതെ പറഞ്ഞ് കണ്ടെന്ന് പറഞ്ഞത് റിയലാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയാം. അപ്പോൾ നവീൻ ഇവിടെ വരും അനു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനു വരില്ല, അനു വരുന്നില്ല, അപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റേ ജിതിൻ പറയാം ഇപ്പോൾ ഒരു തെറ്റ് ഇവൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇവൻ പേടിക്കുന്നത്, തെറ്റ് ചെയ്യാത്ത ആളും തന്നെ പേടിക്കുന്നത്. അപ്പോൾ അക്ബർ അങ്ങനെയല്ല ചേട്ടാ, ഇപ്പോൾ ഞാനൊരു കൊലപാതകം ചെയ്തിട്ടില്ല, പക്ഷെ കാണുന്ന ആൾക്കാർ മുഴുവൻ നീ ചെയ്തു എന്ന് പറയുമ്പോൾ അത് എപ്പോഴേക്കോ നമ്മളുടെ തലയിലേക്കാവും എന്ന് പറഞ്ഞ പോലെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വേദിയിൽ വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ ചെയ്തു എന്ന് ലാസ്റ്റ് ആവും എന്നൊക്കെ പറയണം. അപ്പോൾ പറയാം അല്ല അതിപ്പം അമ്മേനെ തല്ലിയാലും 2 വർഷം ഉണ്ടെന്ന് പറയുമല്ലോ അക്ബർ. അത് തന്നെ ചേട്ടാ ഞാൻ പറയണത്, അത് തന്നെ പറയണത്. അതിനകത്ത് അമ്മേനെ തല്ലി ശരി എന്ന് പറഞ്ഞാണ് ചേട്ടൻ്റെ ഭാഗം. അങ്ങനെയാവും. അല്ല അതിനകത്ത് ശരിയായ ഭാഗമുണ്ട്, തെറ്റായ ഭാഗമുണ്ട്. ആ തെറ്റായ ഭാഗമാണ് ചേട്ടൻ പിടിച്ചിരിക്കുന്നത്, അതൊരിക്കലും ശരിയല്ല. അപ്പോൾ ആര്യം പറഞ്ഞ് അങ്ങനത്തെ ഒന്നുമില്ല ജിസേൽ, ഞാൻ പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ ഇവൾ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഇത് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ, ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ജിതിൻ ഇല്ല ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇത് കണ്ട ആരുമില്ല, കണ്ടാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നതിന് കുഴപ്പമില്ല. അപ്പോഴേക്കും അനു വേഗം പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണ്ടേ. അപ്പോൾ മസ്താനി നീ കണ്ടതൊക്കെ തന്നെയാണ് ഞങ്ങളും കണ്ടത്. നീ കണ്ടിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും നവീൻ എന്താണ് നീ കണ്ടത് വന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അനുവിനെ ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അനു പറഞ്ഞു അവനും ഒരു ലൈഫുണ്ട് അവൾക്കൊരു ലൈഫുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ പറയാതിരുന്നതാണ്, പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇവരിങ്ങനെ അടുത്ത് വരുന്ന ഞാൻ കണ്ടു, ഞാൻ പിന്നെ കാണാത്തവരെ കടന്നു, പിന്നെ അവർ അടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്നേന്ന് പറഞ്ഞ് നവീൻ ഒരു മീറ്റിംഗ് പോലെ വിളിക്കും. കാരണം ഇത് കുറച്ചൊരു സെൻസേഷണൽ ഇഷ്യൂ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ സോഫയിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് അനു ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാവരും ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ അനു പറയും ഞാൻ കണ്ടായിരുന്നു, ഞാൻ കണ്ടെന്ന് തന്നെ പറയും, എനിക്ക് അതിന് ഒരു മടിയില്ല, ഞാൻ ഇവളുടെ ലൈഫ് പോകുമ്പോൾ അവൻ്റെ ലൈഫ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നത്, പക്ഷേ ഇവൻ എൻ്റെ അമ്മേനെ വിളിച്ചു, അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയും. പറ നീ എന്താ കണ്ടത്, നീ പറ എന്ന് ആര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടു. അപ്പോഴേക്കും ആര്യനും കൂടെ ദേഷ്യം വന്നിട്ട് ആര്യൻ അങ്ങോട്ട് തല്ലാൻ വേണ്ടി ഓടി ചെല്ലുമ്പോഴേക്കും എല്ലാവരും കൂടെ ആര്യനെ കയറി പിടിക്കും. ഇനി ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറ നീ എന്താണ് കണ്ടത്, നീ പറ എന്ന് പറയും. അതിൻ്റെ ശൈത്യനെ വിളിച്ചിട്ട് ശൈത്യ നീ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നീ വല്ലതും കണ്ടിട്ടുണ്ടോ, നീ ചോദിക്കുകയെന്ന് പറയാം. അപ്പോൾ ശൈത്യ നീ എന്താ കണ്ടത്, നീ എന്താ കണ്ടത്? ഞാൻ പറയാം എൻ്റെ ബെഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ശരിക്കും ഇവരുടെ ബെഡിൽ എന്താ നടക്കുന്നത് ശരിക്കും കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. വളരെ ചീപ്പ് ഗെയിമാണ് അനു കളിക്കണത്, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പം അവർ ആക്ച്വലി കിസ് ചെയ്യുന്ന തന്നെ വെച്ചു, അതിനിപ്പം ഇവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ലോ, അതിപ്പോൾ ഗെയിമിലേക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അതങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. വീണ്ടും ഇവരൊക്കെ ചോദിക്കാൻ എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഇവരെ ഇങ്ങനെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് അഭിലാഷ് വെച്ച് നീ ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ട് മിണ്ടിയില്ല, എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു, എന്താണ് കാര്യം? അപ്പം ഇവൻ എൻ്റെ അമ്മേനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നും പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. ഡ്രാമ എന്ന് മറ്റേ ആര്യം പറയുന്നുണ്ട്. പിന്നെ അത് എൻ്റെ ദൈവമേ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു അങ്ങനെയൊക്കെ. മറ്റേ മസ്താനിയാണല്ലോ ഇപ്പോൾ അനുവിന് പുറത്ത് കുറേ സപ്പോർട്ട് ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് മസ്താനിയും ജിത്തിനും ഒക്കെ അനുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റേ ഇവർ രണ്ടും കൂടെ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചു. അയ്യോ ഭയങ്കര ബോറാണ് കേട്ടോ, രക്ഷയില്ല, ഭയങ്കര ബോർ എപ്പിസോഡാണ്, പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ഇടയ്ക്ക് ജിതിനും അത് പക്ഷേ ഇതിൽ കാണിച്ചിട്ടില്ല, ലൈവിലാണെന്ന് തോന്നുന്നു, ജിതിന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അക്ബറിന് ശരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അക്ബർ ജിതിൻ്റെ അടുത്ത് ഇയാളുടെ ഓരോ മണ്ടർ ഐഡിയ മറ്റേ ജിതിൻ്റെ അടുത്ത് പറയും. ഡെമോൺസ്ട്രേഷൻ ആദ്യം പറഞ്ഞല്ലോ, പിന്നെന്താ പ്രശ്നം, തൻ്റെ ഓരോ മണ്ടർ ഐഡിയ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലായി രണ്ടുപേരും കൂടെ കിസ് ചെയ്ത് നോക്കിയിട്ട് താൻ എന്താ ചെയ്യാൻ പോകണം, ഞാനൊന്നും ചെയ്യൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒന്നും പറയാൻ പോയിന്റ് കിട്ടണില്ല. അക്ബർ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ രീതിയിലാക്കുകയാണ്. അതൊക്കെ പറഞ്ഞാൽ അക്ബർ ഭയങ്കര ദേഷ്യപ്പെടും. അതിൻ്റെ കാര്യം ഞാനും ഇവിടെ നിന്ന് പോകും, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല, അവളും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പറയാം. പിന്നെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് പാവം തോന്നിയിട്ട് ആരും ഇരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ, എനിക്ക് എൻ്റെ ഫാദറിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ. ചെറിയ പയ്യനല്ലേ, ഭയങ്കര ഇതുപോലെ അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ആരും കണ്ടിട്ടുമില്ല. അങ്ങനെ ജസ്റ്റ് ഒരു ഊഹാപോഹം വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണെന്ന് തന്നെ പറയാം. അനു പിന്നെയും പറയുന്നുണ്ട് ഞാനത് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, പക്ഷേ അവളുടെ ലൈഫാണ് അവൻ്റെ ലൈഫാണ്, അത് കളയാൻ എനിക്കൊരു താല്പര്യമില്ല, ഞാൻ മിണ്ടായിരിക്കാതില്ലേ, എൻ്റെ അമ്മേനെ പറഞ്ഞുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ മിണ്ടായിരിക്കാതില്ല, ഞാൻ ഒന്നിനും പോകാതെ ഇവിടെ ഇരിക്കുകയായിരുന്നു, അപ്പോൾ എന്നെക്കൊണ്ട് പറയിച്ചതല്ലേ, ഈ ലോകത്തിൻ്റെ എല്ലാവരും മുമ്പ് വെച്ച് എന്നെക്കൊണ്ട് പറയിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അനു ഇരുന്ന് കരയുന്നുണ്ട്. മുഖത്ത് കരയാതിരിക്കാനും മുഖത്തടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
ഓനിയിലും ഷാനവാസും ഒക്കെ നമ്മുടെ ജിസേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണം. ഓനിയിൽ പറഞ്ഞാൽ അത് ഇപ്പോൾ പുറമേ കണ്ടു, അവർ പുറത്തുള്ള ആൾക്കാരത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ അത് അവരുടെ പ്രോബ്ലമാണ്, അവരെടുക്കണ എങ്ങനെയാണ് അതിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ജിസേൽ ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് അതിനെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ പതിപ്പ് ഇങ്ങനെ വെക്കും, അവളെ ജസ്റ്റ് ടീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്താൽ അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അപ്പം ആരാണ് ബിന്നി അല്ല സോറി നൂറയാണ് പറഞ്ഞത്. ഔട്ടിൽ പോയാൽ എങ്ങനെയാണെന്നറിയില്ല, ഔട്ടിൽ പോയാൽ ചിലപ്പോൾ നെഗ് അടിക്കുമായിരിക്കും. അപ്പം ഓനീൻ്റെ പറഞ്ഞാൽ നെഗ് അടിക്കണ അവരുടെ ഒരു ചിന്താഗതി കൊണ്ടാണ്, അവർ മോറൽ വൈസ് അങ്ങനെ ചിന്തിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഷാനവാസിന് അങ്ങനെ പറയരുത്, ഇപ്പോൾ കാണുന്ന ഇപ്പോൾ രണ്ടുപേർ പറഞ്ഞാൽ മതി, അത് ചിലപ്പോൾ ഇവരുടെ നെയ്ബർ ആയിരിക്കാം, അവർ രണ്ടുപേർ പറഞ്ഞ് അവർ ഇത് ശരിക്കും വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഔട്ട് പോയത് റോങ് ആയിട്ടാണെന്നല്ലേ അർത്ഥം. അപ്പോൾ ജിസേൽ അവളാണെങ്കിൽ ഭയങ്കര ഉറച്ച് കണ്ട പോലെ പറഞ്ഞത്, കണ്ടിട്ടുണ്ടോ ഒന്നുമില്ല. ഓണിയിൽ വെറും ഊഹാപോഹമാണ് ഈ പറയണത്, ഒന്നും ഒരുറപ്പില്ല, എന്നിട്ട് ജസ്റ്റ് കണ്ടു കൺഫേം ചെയ്തിട്ടല്ലേ അവൾ പറയണതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബിന്നിയും അക്ബറും പുതിയ കണ്ടസ്റ്റൻ്റ് സാബുവും പിന്നെ റെനയും കൂടെ സംസാരിക്കണേ. അപ്പോൾ അക്ബർ അവരെൻ്റെ ഒരു ഫ്രണ്ട്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ബിന്നി പറയാം പക്ഷെ അത് വേറെ രീതിയിലും ആവാൻ ചാൻസ് ഇല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ അതായിക്കോട്ടെ കുഴപ്പമില്ല ഇപ്പം, അപ്പോൾ പക്ഷെ പുറമേയുള്ള ആൾക്കാർ അത് മോശമായിട്ട് എടുക്കില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പറയും അങ്ങനെ എടുത്തോട്ടെ കുഴപ്പമില്ല, അത് അവർ തീരുമാനിക്കട്ടെ, പുറമേ കാണുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ അത് ഏത് രീതിയിൽ എടുക്കണമെന്ന്. അതിൻ്റെ എന്താണ് ഈ അവകാശം മുഴുവൻ എന്തിനാണ് ഈ മസ്താനിയും പിന്നെ ജിതിനും ഏറ്റെടുക്കുന്നത്? അവർക്ക് അതിൻ്റെ അവകാശം ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അത് ജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ, അല്ലാണ്ട് എന്തിനും ഇതൊക്കെ പറയാൻ നിൽക്കണമെന്ന് അക്ബർ പറയുന്നുണ്ട്. നൂറെ അതിലെയും ശൈത്യം കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവള് ആരും ഇങ്ങനെ ഉറപ്പിച്ച് പറയണം, അപ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. പക്ഷെ ആര്യനും അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയണ്ട, അപ്പോൾ അതും വിശ്വസിക്കാൻ പറ്റില്ല. എന്താ ശരിക്കും സംഭവിച്ചതറിയില്ല, എന്താണെങ്കിലും തെളിവ് വരട്ടെ, അപ്പം നമുക്കതനുസരിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് അഭിലാഷ് കയറുകയാണ് ഇവരെ കോൺവെർസേഷൻ്റെ ഇടയിലേക്ക്. എൻ്റെ അഭിലാഷ് പറയുന്നുണ്ട് അവൻ്റെ കണ്ണീർ അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ഇവളിപ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവനിരുന്ന് ചിരിച്ചല്ലേ, അപ്പോൾ അവൻ്റെ കരച്ചിൽ നമ്മളത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട, അത് വലിയ മുതല കണ്ണീർ കണ്ടിട്ടൊന്നും എനിക്ക് വലിയ ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. എന്നാലും അവനും ഇത് ഉറപ്പിച്ചിങ്ങനെ പറയില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയില്ല. നമ്മൾ ഏത് വിശ്വസിക്കും? എന്തായാലും എന്തെങ്കിലും തീരുമാനമാകുമായിരിക്കും, അപ്പം അതനുസരിച്ച് നമുക്ക് ചിന്തിക്കാം എന്നൊക്കെ ഇവർ പറയണേ. ഓനിയിലും ജിസേലും കൂടി ഇരുന്ന് സംസാരിക്കണം. അപ്പം ജിസേൽ പറയാണ് നമ്മൾ അവളെ കാണുമ്പോൾ ഈ ആര്യൻ്റെ അടുത്ത് അവൾക്കൊരു സോഫ്റ്റ് കോൺഫിഡൻസ് ഉണ്ട്, അപ്പം അവളെ ഇങ്ങനെ വെറുതെ കളിയാക്കാൻ വേണ്ടി നമ്മളൊരു വേണ്ടിയിട്ട് ഇങ്ങനെ അവളെ കാണുമ്പോൾ പുതപ്പം ഇങ്ങനെ ആക്കും, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവളത് കണ്ടു എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം ഓനിയിൽ നമ്മളിപ്പോൾ എന്തൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ട്, ഇപ്പം ലെസ്ബിയൻ കപ്പിളുണ്ട് ഇവിടെ, പിന്നെ മറ്റേ എന്താണ് അയാളുടെ ഐഡൻറ്റിറ്റി ജെൻഡർ അതൊന്നും റിവീൽ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത, അതായത് നവീനെ പറയണം, ആഗ്രഹമില്ലാത്ത ഒരാളുണ്ട്, പിന്നെ അതുപോലെ എൻ്റെ പോലെ സിംഗിളായിട്ടുള്ള ഒരാളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. അപ്പം പിന്നെ ഇവള് എന്തുദ്ദേശത്തിലാണ് ഇത് പറയണത് ഒന്നും മനസ്സിലാവണില്ല, കാണാത്തൊരു കാര്യം വെറുതെ കണ്ടു എന്ന് പറയുന്നത്. അപ്പോഴേക്കും ആര്യം പറഞ്ഞിട്ട് പറയാം നമ്മളിപ്പോൾ അവിടെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, നമ്മൾ അവൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവൾ പറഞ്ഞാൽ കറക്റ്റാണെന്ന് വരും. അപ്പം നമ്മൾ എന്തായാലും ഫൈറ്റ് ചെയ്യണം, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല, വെറുതെ അവൾ അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ജിസേലും പറയാം എനിക്ക് മനസ്സിലാവില്ല, അവളിങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് എന്താണ് എനിക്കങ്ങോട്ട് ക്ലിയർ ആവണില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിക്കുകയാണേ. അക്ബറും ആര്യനും അപ്പാനിയും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ആര്യനങ്ങോട്ട് ദേഷ്യമുണ്ട്. ആര്യം എനിക്ക് അവളെ അങ്ങോട്ട് ഇടിക്കാനൊക്കെ തോന്നുകയാണ്. അപ്പോഴേക്കും എൻ്റെ അളിയ ഒന്ന് അങ്ങനെയൊന്നും ചെയ്യല്ലേ അപ്പാനി പറയാം, പിന്നെ ഇതിൽ നിന്ന് ഔട്ടാവും, ഗെയിമിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ അക്ബർ അത് തന്നെയല്ലേ അവളുടെ ആവശ്യം, പിന്നെ ഔട്ടാക്കുക എന്നുള്ളതല്ലേ അവളുടെ ആവശ്യം. എന്നാലും എനിക്ക് എങ്ങനെ ബിഗ് ബോസ് ഇതൊക്കെ സഹിക്കണേ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവളാണെങ്കിൽ എന്നും പറഞ്ഞ് കരഞ്ഞ് പാവം പോലെയൊക്കെ അഭിനയിക്കുക, എന്നിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര നെഗും. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, നല്ല ഇടി വെച്ച് കൊടുക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ആര്യം കുറേ ഇരുന്നിട്ട് എന്താ പറയുക ടെമ്പർ ലൂസാവുണ്ട് ആര്യൻ്റെ. ആർക്കാണെങ്കിലും ദേഷ്യം വരില്ല ഇല്ലാത്ത കാര്യം പറയുമ്പോൾ അല്ലേ. അതിലെ നൂറ ജിസൈൽ റെനൊക്കെ എന്ന് സംസാരിക്കുക, വേറെ ആളും കൂടി ഉണ്ട്, അതാരാന്ന് എനിക്ക് മനസ്സിലായിട്ടോ, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സംസാരിക്കുക. അപ്പോൾ നൂറ പറയുന്നുണ്ട് ആക്ച്വലി അവൾ പറയണത് വിശ്വസിക്കണോ നീ പറയണത് വിശ്വസിക്കണോ ഏതാണ് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയും. ജിസൈൽ പറയാം ഞാൻ സിംഗിളാണ് അവൻ സിംഗിളാണ്, ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ റിലേഷൻ ഉണ്ട്, ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ കിസ് ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇതൊരു റിയാലിറ്റി ഷോ ഇല്ല, അപ്പോൾ റിയലായിട്ട് തന്നെയല്ലേ നിൽക്കേണ്ടത്. ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, ഞങ്ങൾ രണ്ടും സിംഗിൾ ആയതുകൊണ്ട് ചെയ്തു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണതിന് എന്താ പ്രോബ്ലം ഉള്ളത്?
പക്ഷെ ചെയ്യാത്തൊരു കാര്യം ഇങ്ങനെ ചെയ്തു എന്ന് മാനിപ്പുലേറ്റ് ചെയ്തൊരു സ്റ്റോറി ഉണ്ടാക്കി പറയേണ്ട ആവശ്യം എന്താണ്? അവളൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ പുതപ്പിനിടയിൽ ഇരിക്കുന്നത് മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും അത് ഇങ്ങനെയാക്കി പറയേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ പറയാം. അപ്പം നൂറ് അത് ശരിയാണ്, നിങ്ങൾ സിംഗിളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ എന്ന് പറയണേലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കിസ് ചെയ്തൊന്നും ചോദിച്ചാൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ജിസേൽ പറഞ്ഞു അതന്നെ, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. അത് അവൾ തുടങ്ങി വെച്ചു, അത് അവൾക്കിട്ട് തന്നെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ റിയാക്ട് ചെയ്യണമെന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമമായി, ഞങ്ങൾ രണ്ടും കുറച്ച് കരഞ്ഞു. ബട്ട് നൗ ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ജിസേൽ പറയണം കേട്ടോ. ശരിക്കും ജിസേൽ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. ഇല്ലാത്തൊരു സ്റ്റോറി എന്താ, അവർ ഡയറക്റ്റായിട്ട് കണ്ടു എന്നുണ്ടെങ്കിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അത് കണ്ടു ഒരു തെറ്റില്ലെന്നല്ല, ആക്ച്വലി അത് പറയേണ്ട കാര്യമില്ല. പോയിൻ്റ് ചെയ്ത് അത് അവരുടെ കാര്യമാണ്, പോയിൻ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ബട്ട് പറഞ്ഞാൽ തന്നെ അതങ്ങനെ കണ്ടെങ്കിൽ, ഡയറക്റ്റ് കണ്ടെങ്കിൽ, ഇതിപ്പോൾ ഇവരെ അസ്യൂം ചെയ്യണം അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, അതിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല. അതിലെ നൂറയും കൂടെ അനുവിൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ അനു പറഞ്ഞു, ഞാനത് ആദ്യം എനിക്ക് ഡൗട്ട് പോലെ തോന്നിയുള്ളൂ, പിന്നെ ഞാനിങ്ങനെ നോക്കും, അയ്യോ ശരിക്കും ഇവരെന്തൊക്കെയാണ് കാണിക്കണം, ക്യാമറയൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കാന്നൊക്കെ പറഞ്ഞു. അതിലെ നൂറ വലിയ മൈൻഡൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. എന്നിട്ട് അതിൽ പറഞ്ഞു, അതല്ല നീ പക്ഷേ പറഞ്ഞ വേറെ സ്റ്റേറ്റ്മെൻറ്റ്, ഡ്രസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അതുപോലത്തെ ഡ്രസ്സ് ഞങ്ങളും ഇടണമാണ്, പക്ഷേ അവളെ ജിസേലിനെ പറ്റി പറഞ്ഞത് നീ വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയാം. അപ്പോൾ അനു പറഞ്ഞു, എടി അത് ഉള്ളതല്ലേ, ഇങ്ങനെ ഡ്രസ്സ് ഇടണമെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിലൊന്ന് നീ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓക്കെ, പക്ഷെ നീ മസ്താനിയുടെ അടുത്തൊക്കെ പോയി പറഞ്ഞത് എന്തിനാണ്? മസ്താനിയൊക്കെ അത് ഏറ്റുപിടിച്ചോണ്ട് നടക്കണ്ടല്ലോ. അല്ല ഇപ്പം നിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ അവളത്തും പറഞ്ഞു, അതിൻ്റെ ആവശ്യം എന്താ? നീ ഇങ്ങനെ ഓരോരുത്തരത്തും നീ ആയിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടല്ലേ വെക്കണത് എന്നൊക്കെ പറഞ്ഞു. അതിലിങ്ങനെ കുറച്ചും പോയിൻറ്റ് ഫിംഗേഴ്സ് ടു അനു അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അനുവിനെ അതങ്ങോട്ട് തീരെ പിടിച്ചില്ല. അനു വേഗം എണീറ്റ് പോയി. അവിടെ നിൽക്കുക അനു എന്നൊക്കെ പറഞ്ഞിട്ട് അനു മൈൻഡ് ചെയ്തില്ല. നീ ജിസേലിന് വേണ്ടിയിട്ടാണ് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു പോവാം. അതെന്നിട്ട് നൂറ് പറഞ്ഞു, എന്ത് പറ്റി, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല അവളിപ്പോൾ മറ്റേ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ അവൾ പതുക്കെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് മസ്താനിയുടെ. അവൾ പറഞ്ഞ റൈറ്റ് അല്ലെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ടാണ് വേഗം എണീറ്റ് പോയത്. ഞാൻ ചോദിച്ചപ്പം അവൾക്ക് അങ്ങോട്ട് ആൻസർ പറയാനില്ല, അതുകൊണ്ടാണ് വേഗം എണീറ്റ് പോയത് എന്ന് പറയും. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ അവസാനിക്കുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു, വെറുതെ അടങ്ങാറാവുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണെന്നൊക്കെ നൂറ പറയുന്നുണ്ട്. പിന്നെ അതിലേയും നൂറയും ശൈത്യയും കൂടെ അനുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ പറഞ്ഞ് അല്ല അനു പറയാം, ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം ഇല്ലാത്ത പോലെ തന്നെ, നീ പറഞ്ഞ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞാൽ നീയായിട്ട് തന്നെ പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാം. അല്ല ഇത്ര ദിവസം ഞാൻ ജിസേലിലൂടെ നല്ല രീതിയിലൊക്കെ നിന്നല്ലേ, അതുകൊണ്ട് അവളെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും മറ്റേ മസ്താനി വരും ഇവരുടെ ഇടയിലേക്ക്. അപ്പോഴേക്കും പതുക്കെ അതിലങ്ങോട്ട് മാറും, പിന്നെ പതുക്കെ നൂറ് അങ്ങോട്ട് മാറും, അങ്ങനെ പിന്നെ ശൈത്യം പോവും. അത് കഴിഞ്ഞിട്ട് മസ്താനി മാത്രം. മസ്താനി ഈ ശൈത്യ ഇടയ്ക്കൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് പറയാം. അപ്പോൾ കളം മാറ്റി 2 ദിവസമായിട്ടൊന്ന് കളം മാറ്റി ചവിട്ടുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും. അത് 2 ദിവസമൊന്നുമല്ല, അന്ന് ആ വീഡിയോ കാണിച്ചില്ലേ, അന്ന് മുതൽ ലാലേട്ടൻ വീഡിയോ കാണിച്ച അന്ന് മുതൽ മാറുന്നുണ്ട് തന്നെ എന്നൊക്കെ നമ്മുടെ അനുഭവിക്കേണ്ടത്. ഇവിടെ നിന്ന് പറയണതല്ല, അപ്പുറത്ത് പോയി പറയണത് അവിടെ വേറെയാണെന്നൊക്കെ പറയാം. അതെയോ, ഞാൻ എൻ്റെ പ്രശ്നം ഇതാണ്, ഞാൻ ആരെന്ത് പറഞ്ഞാലും അവരങ്ങോട്ട് വിശ്വസിച്ച് പോകുന്നു പറഞ്ഞാൽ അനു ഇവിടെ നിന്ന് കരച്ചിട്ട് തുടങ്ങി. അയ്യോ അനു കരയില്ലേ, നിന്നെ കരയിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് മസ്താനി സോപ്പ് എൻ്റെ പൊന്നെ ബാക്കി എല്ലാവരും ഇട്ട് ഇങ്ങോട്ട് പൊരിക്കുകയാണ്. എന്നിട്ട് അനുവിൻ്റെ അടുത്ത് ഭയങ്കര പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ. പക്ഷേ ഈ സപ്പോർട്ട് മുഴുവൻ അനുവിന് മാത്രമല്ലേ കിട്ടുള്ളൂ, അല്ലാണ്ട് അനുവിൻ്റെ വോട്ട് ആരെങ്കിലും കൊണ്ടുപോയിട്ട് മസ്താനിക്ക് ചെയ്യോ. പക്ഷേ അനുവിനെപ്പൊക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോസിറ്റീവ് ആവും എന്നുള്ളൊരു മൈൻഡിൽ വന്നേക്കണം. അതാണ് മറ്റേ ജിതിനും ചെയ്യണമെന്നാണ് വിശ്വാസം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീനിൽ നമ്മുടെ മറ്റേ രണയുടെ ബോയ് ഫ്രണ്ട് ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് വിഷ് ചെയ്യുകയൊക്കെ ചെയ്യും, ക്യാമറയിൽ നോക്കി വിഷ് ചെയ്യും. പിന്നെ ശൈത്യം ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലെ നൂറയും കൂടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇനി ഞാൻ അവിടെ കിടക്കണില്ല, അനുവിൻ്റെ കൂടെ കിടക്കണില്ല എന്നൊക്കെ പറയും. പിന്നെ നീ അവിടെ കിടക്കും, ഞാൻ പുറത്ത് കിടന്നോളാം. പുറത്തൊന്നും കിടക്കണ്ട, ഞങ്ങളുടെ കൂടെ കിടക്കുക, 3 പേർക്ക് കിടക്കാവുന്ന ബെഡാണ്. ഇല്ല ഞാൻ അവിടെ ഇല്ല. എന്താ ഞങ്ങളുടെ കൂടെ കിടക്കണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. അല്ല അതില്ല, എന്നാൽ പിന്നെ ഞങ്ങളോട് വന്ന് കിടക്ക്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് മാറിയതായിരുന്നു, അപ്പോഴേക്കും രേണു ചേച്ചിക്ക് ബെഡില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ മാറിക്കൊടുത്ത് വീണ്ടും അവളുടെ അടുത്ത് പോകേണ്ടി വന്നതാണ്, ഇനി ഞാൻ അങ്ങോട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശൈത്യ അതൊക്കെ മാറി നൂറയും അതിലൊക്കെ അങ്ങനെ മാറുന്നുണ്ട്. കാരണം മസ്താനി വന്നിട്ടുണ്ടല്ലോ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ അതിലെ നൂറയും അനുവും ഷാനവാസും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് അനു പറയും, ഓ ഞാൻ എന്ത് ചെയ്യാൻ, എല്ലാവരും ഒരേപോലെ ആവുമല്ലോ, എനിക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ സങ്കടം വരും, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കവിളിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് കവിളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതിൽ പറയും, അതെ സ്ട്രോങ് ആവണതിൻ്റെ പാക്കറ്റ് അവളുടെ മുഖത്തായിരിക്കണം, അത് അടിക്കണമെന്ന് പറയട്ടെ. അതിൻ്റെ ഷാനവാസ്, എനിക്ക് ഇവിടെ നല്ലോണം അറിയാവുന്നതല്ലേ. അപ്പം ഇല്ല, ഷാനവാസിക്കയുടെ മുമ്പിൽ ഞാൻ കരയില്ല, ഇനി കരയില്ല എന്നൊക്കെ പറയും. ആ ഉവ്വ, ഏത് പ്രോഗ്രാമിൽ പോയാലും കരയും, എനിക്ക് പണ്ട് പോലെ ഇവളെ അറിയാം. നിങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതെ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കതുകൊണ്ടല്ലേ ഇവളടുത്തൊരു സോഫ്റ്റ് കോൺഫിഡൻസ് ഉള്ളത്, ഇവൾ ശരിക്കും ഇങ്ങനെ തന്നെയാണെന്ന് നല്ലോണം അറിയാം, എന്തെങ്കിലും മിണ്ടിയ അപ്പം കരയും, അപ്പോൾ പിന്നെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നില്ല, ഇവൾ എന്ത് പറഞ്ഞാലും ഞാൻ അതങ്ങോട്ട് ഈസി ആയിട്ട് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ബെഡ്റൂമിൽ അഭിലാഷും ഇപ്പുറത്ത് കിടക്കണ ആരാന്ന് മനസ്സിലായി, ഷാനവാസാണോ എന്നറിയില്ല. അവർ രണ്ട് കിടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് അനു പറയാം, ഇവൻ ആര്യനെ പറ്റി പറയാം, ഇവൻ എപ്പോഴും എന്നെ വന്നിട്ട് ഇങ്ങനെ ഷോൾഡർ തട്ടും, ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ തട്ടുമൊക്കെ ചെയ്യും, ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ കൊണ്ടാത് അറിയാണ്ട് നിനക്ക് എന്താടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വഴക്കുറയും. ഇവൻ ഇങ്ങോട്ട് തട്ടുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് തട്ടില്ല, അപ്പോൾ എന്നെ ഔട്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇവൻ ചെയ്യണമെന്നാണ്, അത് തന്നെയാണ് അവൻ്റെ ആവശ്യം എന്നൊക്കെ പറയാം. എന്നിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയ സമയത്തും ഞാൻ പാൽക്കുപ്പി എന്നൊക്കെ വിളിച്ചു, എന്നിട്ട് എന്താ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവന് കാര്യം മനസ്സിലായി, ഇതിനെപ്പറ്റിയാണെന്ന് അവന് മനസ്സിലായി എന്നൊക്കെ പറയാം. അപ്പോൾ പറയാം, അല്ല എന്ത് മനസ്സിലായെന്ന് പറഞ്ഞാലും നിൻ്റെ അടുത്ത് തെളിവുണ്ടോ കാണിക്കാൻ? ഇല്ല. അപ്പം പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ അത് പറയാൻ വേണ്ടി നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. എല്ലാവർക്കും ഇന്നത്തെ ഡേ 28 ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം ഡേ 29 വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഇതുവരെ പ്രൊമോ ഒന്നും ഇറങ്ങാത്തതുകൊണ്ട് നാളെ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. നാളെ തിങ്കളാഴ്ച അല്ലേ, ആസ് യൂഷ്വൽ നോർമലായിട്ട് കാര്യങ്ങൾ പോകുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് നാളെ കാണാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.